ഞാൻ നേരാത്ത വഴിപാടുകളില്ല. അതിന്റെയൊക്കെ ആവും ഈ മനസ്സുമാറ്റം. ഇനി ഇതിന്ന് ഒരടി മാറാൻ നീ സമ്മതിക്കരുത്. വരച്ച വരയിൽ നിർത്തണം. എങ്കിലേ അവൻ നന്നാവും. ഇനി മാറാനൊന്നുമില്ലമ്മേ. ഞങ്ങള് തമ്മില് എല്ലാം പറഞ്ഞൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അത് മതി. എല്ലാത്തിനും കാരണം ആ ഒറ്റ ഒരുത്തിയ വേദ. അവളിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാ നീലിന്റെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ മനസ്സ് മാറണം. എന്നിട്ട് അവള് കല്യാണം കഴിച്ചു പോണം. അതിനാ ഇനി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തേണ്ടത്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ലമ്മേ. ഇനി ഏട്ടനെ ഓർത്തോ എന്നെ ഓർത്തോ ആർക്കും വിഷമിക്കേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? വേണം ചേച്ചി. ഞാനത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നമുക്കിന്ന് നല്ലൊരു സദ്യ ഒരുക്കണം. പായസം അടക്കമുള്ള സദ്യ. എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കണം. ഞാൻ റെഡി കേട്ടാ. ഞാനും റെഡിയാ. സത്യം പറഞ്ഞ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം ഇന്നാണെന്ന് പോലും തോന്നിപ്പോവും എനിക്ക്. ഇത്രയും ദിവസം ആദ്യമായിരുന്നു മനസ്സില്. അത് മാറി. അമ്മ ഒരു പാവോ. നീ എന്നെക്കാളും പാവാ. എന്നാ പിന്നെ ഞാൻ മാത്രം എന്തിനു പാവല്ലാതെ നിക്കണത്? ഞാനും പാവാ. കുത്തി കുത്തി ചോദിക്കുന്നോണ്ട് മോൾക്ക് വിഷമമൊന്നും തോന്നരുത്. വേദയെ മറക്കാന്ന് അവൻ പറഞ്ഞോ? ഇത്രയും ദിവസത്തെ അവന്റെ പെരുമാറ്റം കണ്ട അങ്ങനെ അങ്ങ് മറന്നു കളയാൻ അവന് പറ്റും തോന്നില്ല. എളുപ്പമല്ലമ്മേ. അവര് തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നല്ലോ. പിന്നെ ഞാൻ പറഞ്ഞപ്പോ എല്ലാം എന്റെ ഭാഗ്യം. നിന്നോട് അവന് ഇഷ്ടക്കുറവൊന്നുമില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെന്താ, ഒരു വാശി. അത് ഇങ്ങനെ അങ്ങ് തീർന്നു. ആ അപ്പോഴേ എപ്പോഴാ ഞാൻ താക്കോൽ ഏൽപ്പിക്കണ്ടേ? താക്കോലോ? അതെ, ഈ വീടിന്റെ ഭരണം അങ്ങോട്ട് ഏൽപ്പിക്കുന്ന കാര്യം ചോദിച്ചത്. ഇനി എനിക്കത് ധൈര്യമായിട്ട് ചെയ്യാലോ. എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കാനാ എന്റെ പ്ലാൻ. വരട്ടെ അമ്മ, ഈ ദിവസം കൂടി ഒന്ന് കഴിയട്ടെ. എന്തിനാ ഇനി അങ്ങനെ ഒരു കാത്തിരിപ്പ്? അത് ഇന്നത്തെ ദിവസം നല്ലതല്ല. ഇന്നെന്തൊരു കുഴപ്പം? നാളെ ആവട്ടെ. എല്ലാം നമുക്ക് നാളെ ചെയ്യാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. എല്ലാം നിന്റെ ഇഷ്ടം. ചാച്ചി, അടപ്രഥമൻ തന്നെ ഉണ്ടാക്കാം അല്ലേ? ശരി.